ഹലോ മക്കളെ, എല്ലാവർക്കും നമ്മുടെ റീസ്റ്റാർട്ട് സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നമ്മുടെ 9ാം ക്ലാസ് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഫോഴ്സസ് ആൻഡ് ഫ്ലൂയിഡ്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. മക്കളെ, ഈ ഒരു റീസ്റ്റാർട്ട് സീരീസിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ചാപ്റ്റർ മുതലുള്ള എല്ലാ കാര്യങ്ങളും വീണ്ടും നമ്മൾ ഈ റീസ്റ്റാർട്ട് സീരീസിലൂടെ റീസ്റ്റാർട്ട് ചെയ്ത് റിവൈസ് ചെയ്ത് തരാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പബ്ലിക് എക്സാം എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസാനത്തെ ചാപ്റ്റേഴ്സ് മാത്രമല്ല, ആദ്യം മുതലുള്ള ചാപ്റ്റേഴ്സും അതിൽ ഈക്വലി എന്താണ് ചോദ്യങ്ങൾ വരും. സോ ആദ്യത്തെ ചാപ്റ്റേഴ്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് ഇപ്പോൾ തന്നെ മെല്ലെ മെല്ലെ പഠിച്ച് തുടങ്ങേണ്ടതുണ്ട്. അതിന് ഈ റീസ്റ്റാർട്ട് സീരീസ് നന്നായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഈ ഒരു ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്ത് കൊടുക്കുക, ഈ ഒരു സീരീസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫിസിക്സിന് മാത്രമായിരിക്കില്ല, ഓരോ ദിവസങ്ങളിലായിട്ട് ബാക്കിയുള്ള എല്ലാ സബ്ജക്ട്സിനും റീസ്റ്റാർട്ട് സീരീസിന് ക്ലാസ് ഉണ്ടാവുന്നതായിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫോഴ്സസ് ആൻഡ് ഫ്ലൂയിഡ്സ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റും അത് ബേസ്ഡ് ആയിട്ടുള്ള പരീക്ഷയിൽ വരാൻ പോകുന്ന ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. പരീക്ഷയിൽ വന്ന ചോദ്യങ്ങൾ വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. സംഭവം ഇത്രയേ ഉള്ളൂ മക്കളെ. ഞാൻ എന്ത് ചെയ്തു, ഒരു ടബിൽ കുറച്ച് വെള്ളം എടുത്തു, അല്ലെ എന്തെങ്കിലും ലിക്വിഡ് എടുത്തു ഞാൻ. ഓക്കെ, എന്തോ ഒരു ലിക്വിഡ് എടുത്തു. എന്നിട്ട് അതിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു സാധനം കൊണ്ട് ഇട്ടു. നിങ്ങൾക്ക് കാണുന്നില്ല അല്ലേ? ഓക്കെ, ഞാൻ റെഡ് കളർ ലിക്വിഡ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അതിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു ബോൾ കൊണ്ടുപോയി ഇട്ടു. ഓക്കെ, ഒരു പിങ്ക് കളർ ബോൾ ഞാൻ അതിലിങ്ങനെ കൊണ്ടുപോയി വെച്ചു. അങ്ങനെയാണ്, നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഈ റെഡ് കളർ ലിക്വിഡ് എന്ത് ചെയ്യും, ഈ പിങ്ക് കളർ ബോളിന്റെ മുകളിൽ ഒരു ബോയൻസി എന്ന് പറഞ്ഞ പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് കൊടുക്കും, ബോയൻസി കൊടുക്കും. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ ഫ്ലൂയിഡ് അല്ലെ ഈ ലിക്വിഡ്, ഈ ജലത്തിന്റെ സാന്ദ്രത, ഡെൻസിറ്റി, ആ ഡെൻസിറ്റി എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം ബോയൻസി അവൻ എന്ത് ചെയ്യാൻ പറ്റും, ഈ ബോളിന് കൊടുക്കാൻ സാധിക്കും. അതായത് ഈ റെഡ് ലിക്വിഡിന് പകരം നമ്മൾ വേറൊരു ലിക്വിഡ് എടുത്ത് വെച്ചു, ആ ലിക്വിഡിന്റെ ഡെൻസിറ്റി കുറച്ചും കൂടി കൂടുതലാണെങ്കിൽ അവൻ എന്ത് ചെയ്യും, ആ ലിക്വിഡ് എന്ത് ചെയ്യും, ഈ ബോളിന്റെ മുകളിൽ ഇനിയും ബോയൻസി കൊടുക്കും. അതായത് എത്രത്തോളം ആ ജലത്തിന്റെ, ആ ലിക്വിഡിന്റെ സാന്ദ്രത എത്രത്തോളം കൂടുതലാണോ, എത്രത്തോളം ഡെൻസിറ്റി കൂടുതലാണോ അത്രത്തോളം ബോയൻസി അഥവാ അത്രത്തോളം പ്ലവക്ഷമ ബലം അയാൾക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഡെൻസിറ്റി കൂടുതലാണെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട മസിൽ കൂടുതലാണ്. മസിൽ കൂടുതലാണെങ്കിൽ ബോയിൻ ഫോഴ്സ്, ബോയൻസി നന്നായിട്ട് കൊടുക്കാൻ സാധിക്കും. ആ ഒരു ഫീലാണ് നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ സംഭവം നിങ്ങൾക്ക് മനസ്സിലായി. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ചോദ്യം ഇതാ, പിടിച്ചോളൂ മക്കളെ. ഇഫ് ദ ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് ഇൻക്രീസസ് ദ ബോയൻസി വിൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? വീഡിയോ പോസ് ചെയ്യുക, ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലും മലയാളത്തിലും വായിച്ചു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ആൻസർ പറയാം. ഓക്കെ, വീഡിയോ പോസ് ചെയ്ത് ആലോചിച്ച് നോക്കിയോ? ആലോചിച്ച് നോക്കി തന്നെ ചെയ്യണ്ടോ? ചിലവർ ചെയ്തില്ല, ചെയ്യാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി വീഡിയോ പോസ് ചെയ്തിട്ട് സ്വന്തം ആലോചിച്ച് നോക്കുക ആൻസർ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറയുന്ന സൊല്യൂഷൻ കേൾക്കും. ഓക്കെ, അപ്പൊ ചോദ്യത്തിൽ പറയുന്നത് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഇൻക്രീസസ്, സാന്ദ്രത കൂട്ടുകയാണെങ്കിൽ ബോയൻസി, അവൻ കൊടുക്കാൻ പോകുന്ന ബോയൻസി നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം, ഇൻക്രീസ് ചെയ്യും. എത്രത്തോളം സാധനത്തിന് ലിക്വിഡിന് ഡെൻസിറ്റി ഉണ്ടോ അത്രത്തോളം അവൻ കൊടുക്കുന്ന ബോയൻസി അഥവാ പ്ലവക്ഷമ ബലം കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്സ് ഓരോന്നിന്റെയും നിങ്ങൾ എല്ലാം അങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, 3 എണ്ണത്തിന് നിങ്ങൾ പഠിച്ചു വെക്കണം. വെള്ളത്തിന് ഡെൻസിറ്റി 1000 ആണ്, കെറോസിന്റെ 810 ഉള്ളൂ, അപ്പൊ കെറോസിന്റെ ഡെൻസിറ്റി കുറവാണ്. സലൈൻ വാട്ടർ, ഉപ്പുവെള്ളത്തിന്റെ ഡെൻസിറ്റി 1025, അതായത് സാധാരണ ഫ്രഷ് വാട്ടറിനെക്കാളിലും പ്യുവർ ജലത്തിനെക്കാളിലും കുറച്ചും കൂടി കൂടുതലാണ് ഉപ്പുവെള്ളത്തിന്റെ. അപ്പോൾ ഉപ്പുവെള്ളത്തിന് കൂടുതൽ ഡെൻസിറ്റി ഉണ്ട്, കൂടുതൽ മസിൽ ഉണ്ട്, അതുകൊണ്ട് തന്നെ കൂടുതൽ ബോയൻസി കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഫീല് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അങ്ങനെയാണ് നമുക്ക് ഇനി ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ചോദ്യങ്ങൾ പരീക്ഷയിൽ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള അതേ ലെവൽ ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഫസ്റ്റ് നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം, വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, ഞാൻ പറയുന്ന സൊല്യൂഷൻ കേൾക്കുക. അപ്പോൾ വീഡിയോ പോസ് ചെയ്യുക, അപ്പോൾ തന്നെ ചെയ്തോ? ചെയ്തില്ല, ചെയ്യാം, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പോസ് ചെയ്ത് ട്രൈ ചെയ്തു വിചാരിക്കുന്നു. ആൻസർ നോക്കാം. ഡസ് എ ഷിപ്പ് ദാറ്റ് എൻറ്റർ എ ഫ്രഷ് വാട്ടർ ലേക്ക് ഫ്രം ഓഷ്യൻ സിങ്ക് മോർ ഓർ റൈസ് മോർ? ജസ്റ്റിഫൈ യുവർ ആൻസർ. മലയാളത്തിൽ നിങ്ങൾ വായിച്ചു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ മക്കളെ ഫ്രഷ് വാട്ടർ ലേക്കിൽ കയറാണ്, ഓഷ്യൻ എന്നാണ് വരുന്നത്. അപ്പൊ മക്കളെ ഓഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഷ്യന്റെ ഉപ്പ് വെള്ളമായിരിക്കും ഉണ്ടാവുക. അപ്പൊ നീല കളറിൽ ഞാൻ കാണിക്കുന്ന ഓഷ്യനാണ്. ഇതിൽ സോൾട്ട് വാട്ടർ ആയിരിക്കും ഉണ്ടാവുക മക്കളെ, സലൈൻ വാട്ടർ അഥവാ സോൾട്ട് വാട്ടർ, ഉപ്പ് വെള്ളമായിരിക്കും ഉണ്ടാവുക. ഉപ്പ് വെള്ളത്തിന് ഡെൻസിറ്റി കൂടുതലാണ്, 1025 ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ഡെൻസിറ്റി കൂടുതലാണ്, അതുകൊണ്ട് തന്നെ മസിൽ കൂടുതലാണ്, ബോയൻസി കൂടുതൽ കൊടുക്കും. ഈ ഉപ്പുവെള്ളത്തിൽ നിന്ന് സാധാരണ ജലത്തിലേക്ക്, ഫ്രഷ് വാട്ടറിലേക്കാണ് ഈ ബോട്ട് കയറുന്നത്. അപ്പൊ നിങ്ങൾ പറ, ഈ ബോട്ട് ഈ ഉപ്പുവെള്ളത്തിൽ നല്ല ഡെൻസിറ്റി ഉള്ളതുകൊണ്ട് ഈ ബോട്ടിന് നല്ല ബോയൻസി കിട്ടില്ലേ? നല്ല ബോയൻസി കിട്ടില്ലേ? ഓക്കെ, നോക്കിയേ, ഷിപ്പ് ദാറ്റ് എൻറ്റേഴ്സ് ഫ്രഷ് വാട്ടറിലേക്ക്. ഇപ്പൊ ഫ്രഷ് വാട്ടറിലേക്ക് കയറുകയാണ് ഉപ്പുവെള്ളത്തിൽ നിന്ന് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഫ്രഷ് വാട്ടർ
ഡെൻസിറ്റി കുറവാണ്. ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവനെ കമ്പയർ ചെയ്യുമ്പോൾ ഡെൻസിറ്റി കുറവാണ് ഫ്രഷ് വാട്ടറിന്. അപ്പൊ ഈ ഷിപ്പ് അവിടേക്ക് കയറുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ ഡെൻസിറ്റി വെള്ളത്തിൽ ഈ ഉപ്പുവെള്ളത്തിൽ നല്ല ഡെൻസിറ്റി ഉള്ളതുകൊണ്ട് നല്ല ബോയൻസി കിട്ടുമായിരുന്നു. പക്ഷെ അതേ ബോട്ട് ഈ ഫ്രഷ് വാട്ടറിലേക്ക് കയറുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ ഫ്രഷ് വാട്ടറിന് ഡെൻസിറ്റി സാന്ദ്രത കുറവാണ്, മസിൽ കുറവാണ്. അപ്പൊ അത്രയും ബോയൻസി കൊടുത്തോളും, പക്ഷെ ഇത്രയും ബോയൻസി കിട്ടില്ല. ബോയൻസി കുറച്ച് കുറവായിരിക്കും. ഡെൻസിറ്റി കുറവാണല്ലോ അവന് കുറച്ച് ബോയൻസി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ബോയൻസി നല്ലോണം കിട്ടിയാലുള്ള ഗുണം നല്ല പൊന്തി കിടക്കും. കാരണം ബോയൻസി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പൊന്തി കിടക്കുന്നത്. അവിടേക്ക് എത്തുമ്പോൾ ബോയൻസി കുറഞ്ഞു, മുകളിലേക്കുള്ള ബോയൻസി കുറഞ്ഞു. അപ്പൊ ചെറുതായിട്ട് എന്ത് ചെയ്യും? താഴും. ഓക്കെ, അപ്പൊ ഈ ലെവൽ എന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് താഴും. ഇത് കുറച്ച് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ സിങ്ക് ചെയ്യും. അപ്പൊ ആൻസർ എന്താണ്? ഇവിടെ നിങ്ങളുടെ വരുമ്പോൾ കുറച്ച് എന്ത് ചെയ്യും? സിങ്ക് ചെയ്യും, അഥവാ സിങ്ക്സ് മോർ എന്ന് എഴുതി വെക്കാം. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ കൂടുതൽ മുങ്ങുമോ കൂടുതൽ ഉയരുമോ? കൂടുതൽ മുങ്ങും. മൊത്തത്തിൽ മുങ്ങിപ്പോകുന്നല്ല പറയുന്നത്, കൂടുതൽ കുറച്ചും കൂടി മുങ്ങിപ്പോകും. ഓക്കെ, ഇവിടെ ഇങ്ങനെ പൊന്തി കിടന്നുണ്ടെങ്കിൽ അത്രയും പോയിന്റ്സ് കിട്ടാത്തതുകൊണ്ട് അവിടെ എത്തുമ്പോൾ കുറച്ച് താഴും. അത് ആൻസർ എന്താണ്? സിങ്സ് മോറാണ്. അതാണ് കറക്റ്റ് ആൻസർ. ഇത് കിട്ടിയില്ലെങ്കിൽ ഒന്നും കൂടി ഇത് കണ്ട് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അങ്ങനെയാണ് അടുത്ത ചോദ്യം നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് പരീക്ഷയിൽ വന്ന ചോദ്യമാണ്. 2019 ഓണപരീക്ഷയിൽ വന്ന ചോദ്യമാണ്. വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് അതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. പോസ് ചെയ്തിട്ട് ആലോചിച്ചു വിചാരിക്കുന്നു. A child says when a ship enters from river to sea, it raise upwards, അല്ലെങ്കിൽ rises upwards എന്നാണ് ഉദ്ദേശിക്കുന്നത്. Do you agree with this? അപ്പൊ എവിടെ നിന്ന് എങ്ങോട്ടാണ്? ഷിപ്പ് enters from river to sea. റിവറിന് സീയിലേക്കാണ് പോകുന്നത്. റിവർ എന്ന് പറഞ്ഞാൽ ഫ്രഷ് വാട്ടർ ആണ് മക്കളെ. റിവർ എന്ന് പറഞ്ഞാൽ ഫ്രഷ് വാട്ടർ ആണ്. അതിന് ഡെൻസിറ്റി കുറവായിരിക്കും ഫ്രഷ് വാട്ടറിന്റെ. അവിടുന്ന് സീയിലേക്ക്, അതായത് ഓഷ്യനിലേക്ക്, ഉപ്പുവെള്ളത്തിലേക്കാണ് കയറുന്നത്. ഉപ്പുവെള്ളത്തിന് ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പൊ ഈ ബോട്ട് ഇവിടുന്ന് അങ്ങോട്ടാണ്, എവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത് നോക്കണം, ആലോചിക്കണം. ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് ഈ ബോട്ട് പോകുന്നത്. ഈ റിവറിന് ഡെൻസിറ്റി കുറവായതുകൊണ്ട് തന്നെ കുറച്ച് ബോയൻസിയെ കൊടുക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ അത് ഉപ്പുവെള്ളത്തിൽ കയറുമ്പോൾ അവന്റെ ഡെൻസിറ്റി മസിൽ കൂടുതലായതുകൊണ്ട് തന്നെ കൂടുതൽ ബോയൻസി അവന് കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഇവൻ ഈ ബോട്ട് അവിടേക്ക് ഇവിടുന്ന് അങ്ങോട്ട് കയറുമെന്നാണ്. ഇവിടെ കുറച്ച് ബോയൻസി കിട്ടിയോണ്ട് ഇങ്ങനെ കുറച്ച് പൊങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷെ അവിടെ എത്തുമ്പോൾ കൂടുതൽ ബോയൻസി കിട്ടുകയാണ്. സോ അവിടെ എത്തുമ്പോഴത്തേക്ക് കൂടുതൽ പൊങ്ങി നിൽക്കില്ലേ? അതായത് അത് മുകളിലേക്ക് പൊങ്ങും. സിങ്സ് മോർ ആണോ റൈസസ് മോർ ആണോ? റൈസസ് മോർ. സോ റൈസസ് മോർ. കൂടുതൽ പൊങ്ങും, കൂടുതൽ മുങ്ങില്ല, കൂടുതൽ പൊങ്ങും. അവിടുത്തെ ബോയൻസി കൂടി. ഇവിടുന്ന് അങ്ങോട്ടാണ് പോകുന്നത്, അവിടെ നിന്ന് ഇങ്ങോട്ടല്ല, ഇവിടുന്ന് അങ്ങോട്ടാണ് പ്രശ്നം പോകുന്നത്. അപ്പൊ റൈസസ് മോർ ആണ് ആൻസർ. ഇനി ചോദ്യം എന്തായിരുന്നു? ചൈൽഡ് സേസ് റൈസസ് അപ്വേർഡ്സ്, ഡു യു അഗ്രി? ശരിയാണ്, അഗ്രി ചെയ്യുന്നുണ്ട്. അവൻ പറയുന്നത് കറക്റ്റ് ആണ്. യെസ്, ഐ അഗ്രി. അതിന്റെ ജസ്റ്റിഫൈ റീസൺ എന്താണോ? ഒന്നുമില്ല. സാധാരണ വെള്ളത്തിൽ നിന്ന് ഉപ്പുവെള്ളത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട്, ഉപ്പുവെള്ളത്തിന്റെ സാന്ദ്രത കൂടുതലായതുകൊണ്ട് കിട്ടാൻ പോകുന്ന ഈ ബോട്ടിന് കിട്ടാൻ പോകുന്ന ബോയൻസി അഥവാ പ്ലവക്ഷമ ബലം കൂടുതലായിരിക്കും. അതുകൊണ്ട് അത് മുകളിലേക്ക് ഉയരും. വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും. ബുദ്ധിമുട്ടില്ലല്ലോ മക്കളെ? സിമ്പിൾ അല്ലേ? ഓക്കെ. എന്നാൽ അവസാനത്തെ ഒരു കിടിലൻ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോവാണ്. ആ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. കുറച്ച് ഡിഫിക്കൽട്ടി ഉള്ള ക്വസ്റ്റ്യൻ ആണ്. സോ എല്ലാവരും കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് ഇതിന്റെ ആൻസർ ഹോംവർക്ക് ആയിട്ട് കമന്റ് ബോക്സിൽ ഇടണം. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. പരീക്ഷയിൽ പബ്ലിക് എക്സാമിൽ ഓൾറെഡി ഒരു പ്രാവശ്യം ചോദിച്ച ആ ലെവൽ ചോദ്യമാണിത്. സോ എല്ലാവരും വീഡിയോ പോസ് ചെയ്തിട്ട് ഇത് ട്രൈ ചെയ്യുക. എന്നിട്ട് ഇതിന്റെ ആൻസർ എല്ലാവരും എന്ത് ചെയ്യണം മക്കളെ? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. ഓക്കെ, എല്ലാവരും തന്നെ ഇതിന്റെ ആൻസർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. തീർച്ചയായിട്ടും ഇതിന്റെ ആൻസർ ഞാനും കമന്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതായത് ഇതിന്റെ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ കമന്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ കമന്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ മിനിമം ഇതിന്റെ ആൻസേഴ്സ് 100 പേരെങ്കിലും 100 കമന്റ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ കറക്റ്റ് ഷുവർ, അതായത് 100% കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഞാൻ കമന്റ് ചെയ്യുള്ളൂ. സോ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുന്നു ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് ഈ ഒരു കണ്ടീഷൻ ഞാൻ വെക്കുന്നത്. അതാണ് നിങ്ങളൊന്നും ചെയ്യാണ്ട് ഞാൻ മാത്രം ചെയ്താൽ നിങ്ങൾ പഠിക്കില്ല, ഞാൻ മാത്രം പഠിക്കും. എനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല 9ാം ക്ലാസ്. ഓക്കെ, അപ്പം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? 100 കമന്റ്സ് എങ്കിലും എനിക്ക് ആൻസർ ഉണ്ടായിരിക്കണം. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ആൻസർ എന്തെങ്കിലും ഉണ്ടായാൽ മതി. ഓക്കെ, അത് നിങ്ങൾ കമന്റ് ചെയ്യുക. 2 പാർട്ട് ഉണ്ട് ഈ ചോദ്യങ്ങൾക്ക്. ഈ ചോദ്യത്തിന് 2ന്റെ ആൻസർ കൊടുക്കുക. കുറച്ച് ഡിഫിക്കൽട്ടാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ അതിനെ കറക്റ്റ് ആൻസർ ഇടാം. പക്ഷെ അതിന് 100 കമന്റ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യുക ഇതിന് ആൻസർ. ഓൾസോ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഈ ഒരു കോൺസെപ്റ്റ്, ഈ സാന്ദ്രത കൂടുമ്പോൾ ബോയൻസി കൂടും, പ്ലവക്ഷമ ബലം കൂടും എന്നുള്ള ആ ഒരു കോൺസെപ്റ്റും ആ കോൺസെപ്റ്റിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും മനസ്സിലായി ഒരു കോൺഫിഡൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സർ ഇത് സെറ്റായി എന്നുള്ള കാര്യം കൂടെ, ഈ കോൺസെപ്റ്റ് സെറ്റായി എന്നുള്ള കാര്യം കൂടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ബാക്കിയുള്ള സബ്ജക്ട്സിന്റെയും ഫിസിക്സിന്റെയും ഒക്കെ ഇനിയും വീഡിയോസ് വരാനിരിക്കുന്നുണ്ട്. പല കാര്യങ്ങളും ഈ ചാപ്റ്ററിന്റെയും ഇനി വരാനുള്ള ചാപ്റ്ററിന്റെയും ഒക്കെ എല്ലാ കോൺസെപ്റ്റ്സുകളും നമ്മളിങ്ങനെ ഈ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവുന്ന കാര്യമായിരിക്കും. സോ മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവർക്കും നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ അത് നിങ്ങൾ മാക്സിമം ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ അടിപൊളിയായിട്ട് പഠിക്കുക. ടേക്ക് കെയർ.
കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.